Hi all, welcome to Competitive Cracker. എൻ്റെ പേര് ദിവ്യ കെ ജോസ്. അപ്പോൾ ഈ ഡിസംബർ ജനുവരി മാസത്തിൽ കുറേയേറെ എക്സാംസിന് നിങ്ങളൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ അതിൻ്റെ പഠനം സ്റ്റാർട്ട് ചെയ്തു എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്കൊക്കെ എക്സാമിന് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര പേര് അപ്ലൈ ചെയ്തു, ഇനി നമുക്ക് വല്ല ചാൻസ് ഉണ്ടോ എന്നൊക്കെയുള്ള വിവരങ്ങൾ അറിയാൻ വേണ്ടി വളരെ ഒരു ആകാംക്ഷയുള്ളവരാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെ എക്സാമിന് എത്ര പേര് അപ്ലൈ ചെയ്തു, കഴിഞ്ഞ തവണത്തെക്കാളും കൂടുതലാണോ കുറവായിരുന്നോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്ക് നോക്കിയാലോ. ഓക്കെ, അപ്പൊ ആദ്യത്തേത് നമ്മൾ എപ്പോഴും പറയുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ആണ്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന് ഈ തവണത്തെ അപേക്ഷകർ എന്ന് പറയുന്നത് 4,57,900 പേരാണ്. എത്രയാണ്? 4,57,900 പേരാണ്. ഇതിനു മുമ്പത്തെ അപേക്ഷയിൽ എത്ര പേരുണ്ടായിരുന്നു? കഴിഞ്ഞ തവണ വിളിച്ചപ്പം 5,06,750 പേരായിരുന്നു ഉണ്ടായിരുന്നത്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5 ലക്ഷത്തിൽ നിന്ന് ഇത് എങ്ങോട്ട് കുറഞ്ഞു? 4 ലക്ഷത്തിലേക്ക് കുറഞ്ഞിട്ടുണ്ട്. ഏകദേശം 48,850 പേര് ഈ തവണ അപേക്ഷിച്ചിരിക്കുന്നവരുടെ എണ്ണത്തിൽ കുറവ് വന്നിട്ടുണ്ട്. അതായത് കഴിഞ്ഞ തവണ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് വിളിച്ചപ്പോൾ അപേക്ഷിച്ചവരിൽ നിന്ന് ഏകദേശം 1.5 ലക്ഷത്തോളം പേരെന്താണ് ഈ തവണ അപേക്ഷിച്ചിട്ടില്ല. ഓക്കെ, ഇനി നമ്മൾ അടുത്തതിലേക്ക് നോക്കുകയാണെങ്കിൽ സബ് ഇൻസ്പെക്ടർ, പോലീസിലെ സബ് ഇൻസ്പെക്ടറുടെ അപേക്ഷകർ എന്ന് പറയുന്നത് 89,078 പേരാണ് ഈ തവണ അപ്ലൈ ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ തവണ എത്രയായിരുന്നു? 1,28,930 പേരായിരുന്നു. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെയും എന്താണ് അപേക്ഷകരുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്. ഏകദേശം 40,000-അടുത്ത് അല്ലെ, 39,852 പേരുടെ കുറവ് ഈ തവണ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് പോലീസ് കോൺസ്റ്റബിൾ ആണ്. ഈ തവണ അപേക്ഷിച്ചിരിക്കുന്നത് 1,60,592 പേരാണ്. കഴിഞ്ഞ തവണ ആയിരുന്നപ്പോ എത്രയായിരുന്നു? 1,69,051 പേരായിരുന്നു. അവിടെയും കുറവ് വന്നിട്ടുണ്ട്. ഏകദേശം എത്രയാണ്? 38,459. അതായത് 38,000-ഓളം പേരുടെ കുറവാണ് ഈ തവണ വന്നിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് വനിതാ കോൺസ്റ്റബിൾ ആണെങ്കിലോ? വനിതാ കോൺസ്റ്റബിൾ നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം 1,54,114 പേരാണ് ഈ തവണ അപ്ലൈ ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ തവണ ആയിരുന്നപ്പോൾ എത്രയായിരുന്നു? 1,78,616 പേരാണ്. അവിടെയും കുറഞ്ഞിട്ടുണ്ട്. എത്ര പേരാണ് കുറഞ്ഞിരിക്കുന്നത്? 24,502 പേരുടെ കുറവാണ് ഈ ഒരു വനിതാ കോൺസ്റ്റബിൾ പോസ്റ്റിലേക്ക് വന്നിരിക്കുന്നത്. ഇനി അസിസ്റ്റന്റ് സെയിൽസ്മാന് ഈ തവണ അപേക്ഷിച്ചിരിക്കുന്നത് 5,27. അതായത് ഏകദേശം 5.5 ലക്ഷത്തിലധികം ആൾക്കാരാണ് ഈ തവണ അപേക്ഷിച്ചിരിക്കുന്നത്. ഇതും കഴിഞ്ഞ തവണയൊക്കെ എത്രയായിരുന്നു? 6 ലക്ഷത്തിനൊക്കെ മുകളിൽ പോയ ഒരു അപേക്ഷയായിരുന്നു. ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ തവണ ഈ ഒരു എക്സാംസ് ഒക്കെ അല്ലെങ്കിൽ ഈ ഒരു നോട്ടിഫിക്കേഷൻ ഒക്കെ കഴിഞ്ഞ തവണ വന്നപ്പം ഉള്ള ആൾക്കാര് ഈ തവണ അപേക്ഷിച്ചിട്ടില്ല അല്ലേ? എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാരുടെ എണ്ണത്തിൽ കുറവ് വന്നിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മളെ സംബന്ധിച്ച് എന്താണ്? പഠിക്കാനുള്ള ഒരു ഊർജ്ജമാണ് അല്ലേ? എണ്ണം കുറയുമ്പോൾ തന്നെ അതിൽ ഇനി എക്സാം എഴുതുന്നവരുടെ എണ്ണം കുറയും. ഇനി എക്സാം എഴുതിയാലും തന്നെ പഠിച്ച് എഴുതുന്നവരുടെ എണ്ണം കുറയും. അപ്പൊ നമുക്ക് അതിനുള്ളൊരു ചാൻസ് കൂടുകയാണ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ഏതിനാണോ അപ്ലൈ ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെട്ട പോസ്റ്റ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നല്ല രീതിയിൽ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം അല്ലെ, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിലിംസ് പ്ലസ് മെയിൻസ് ആണ്. അപ്പൊ ഈ രണ്ടും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കോഴ്സാണ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കുന്നത്. നമ്മുടെ സിലബസ് അനുസരിച്ചിട്ടുള്ള റെക്കോർഡഡ് ക്ലാസ്സുകൾ ഉണ്ട്, അതുപോലെ ലൈവ് സെഷൻസ് ഉണ്ട്, സ്പെഷ്യൽ മെന്റർഷിപ്പോട് കൂടിയുള്ളൊരു ബാച്ചാണ്. അപ്പോൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് അത്യാവശ്യം നല്ല രീതിയിൽ കോമ്പറ്റീഷൻ നിറഞ്ഞിട്ടുള്ള ഒരു പോസ്റ്റ് തന്നെയാണെന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ നല്ല രീതിയിൽ പഠിക്കുക. അപ്പോൾ കോഴ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നമ്മുടെ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മാത്രമല്ല കേട്ടോ, നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള എല്ലാത്തിൻ്റെയും കോഴ്സ് ഇവിടെ CCയിൽ അവൈലബിൾ ആണ്. ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നമ്മുടെ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ നല്ല ഉഷാറോടുകൂടെ പഠിച്ചു തുടങ്ങുക. ഓക്കെ, താങ്ക് യു.